ഇനി നമുക്ക് വ്യത്യസ്തമായ ഒരു കഥ പറയുന്ന യമകാതകി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ദുരൂഹത നിറഞ്ഞ ഒരു മുറി. ആ മുറിയിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം പുറത്തു വന്നതിനാൽ നായികയായ ലീലയാണെങ്കിൽ മുറി തുറന്നു നോക്കും. അതോടുകൂടി പ്രശ്നങ്ങൾ ആരംഭിച്ചു. തൂങ്ങി മരിച്ച നിലയിൽ റൂമിൽ നിന്നും ലീലയെ കണ്ടെത്തുകയാണ്. കയററുത്തിട്ട് പോലും ശവശരീരം തറയിൽ നിന്നും ആരാലും അനക്കുവാൻ പോലും പറ്റുന്നില്ല. ഒരു ഘട്ടത്തിൽ ശവശരീരം എഴുന്നേറ്റ് നിൽക്കും. അതിനു പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഗ്രാമത്തെയും ആ ഗ്രാമത്തിലുള്ള അമ്പലത്തിനെയുമാണ്. ആ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തുകയാണ് ഗ്രാമത്തിന്റെ തലവനും അവിടുത്തെ കുറെ ആളുകളും. എന്നിട്ട് തലവൻ പറയുന്നുണ്ട്, ഇത്തവണത്തെ ഉത്സവം നന്നായിട്ട് നമുക്ക് നടത്തണം. അതുകൊണ്ട് എത്രയും വേഗം കാപ്പ് കിട്ടുന്നതിനുള്ള പരിപാടികളെല്ലാം ആരംഭിക്കുവാനായിട്ടും തലവൻ പറയുന്നു. ഈ തലവനൊരു മകനുണ്ട്. തലവന്റെ മകനാണെങ്കിൽ അമ്പലത്തിൽ പെയിന്റ് അടിക്കാൻ എത്തുന്ന ബാലുവിനോട് പറയുന്നുണ്ട്, എത്രയും വേഗം പണി തീർക്കണം. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ നിന്റെ ആളുകളെ കൊണ്ട് ഇത്തവണ പ്രശ്നമൊന്നും ഉണ്ടാക്കിക്കരുത്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാ പണിയും തീർക്കണമെന്ന് ബാലു പെയിന്റ് അടിക്കാൻ എത്തിയ ആളിനോട് പറയുന്നു. അങ്ങനെ തലവനാണെങ്കിൽ എല്ലാ മീറ്റിംഗും കഴിഞ്ഞ് നേരെ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. തലവന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യയും മരുമകളും അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് അവരെല്ലാവരും കഴിയുന്നതും. ഗ്രാമത്തലവന്റെ ഭാര്യയും മരുമകളും എല്ലാം ഒരു ഫംഗ്ഷന് പോകുവാനായിട്ട് റെഡിയാവുകയാണ്. അതും ഈ ഗ്രാമത്തലവന്റെ ഭാര്യയുടെ കുടുംബത്തിലുള്ള എന്തോ വിശേഷത്തിന് പോകുവാനായിട്ടാണ് റെഡിയാകുന്നതും. അതേസമയം തന്നെ അവരാണെങ്കിൽ അവരുടെ മകളെ വിളിക്കുന്നു. മകളുടെ പേരാണ് ലീല. ലീലയാണ് നമ്മുടെ കഥാനായികയും. ലീലയോട് നീ പോകുവാനായി വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ലീല അമ്മയോട് തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം പറയുന്നു. എന്നാൽ അമ്മ പറയുന്നത്, നീ അങ്ങനെ തന്നെ, എന്റെ വീട്ടിലുള്ള ഒരു ഫംഗ്ഷന് പോകുവാനായിട്ട് നീ വരത്തില്ല. നിന്റെ അച്ഛന്റെ വീട്ടുകാരുടെ ഫംഗ്ഷന് പോകുവാനായിട്ട് മാത്രം നിനക്ക് താല്പര്യമുണ്ടല്ലോ എന്നൊക്കെ അമ്മ പറയും. അമ്മ പറയുന്നത് കേട്ട് ലീല താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നാൽ ഈ ലീലയ്ക്കാണെങ്കിൽ നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു. അവൾക്ക് ആസ്മയുടെ ചെറിയ പ്രശ്നമുണ്ട്. അത് കാണുന്ന അമ്മയാണെങ്കിൽ ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മ പൊക്കെയോ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാതിയെ വിളിച്ച് ഇവിടെ എത്തിക്കോളാം, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കാമെന്നും ലീല പറയുന്നു. അങ്ങനെ അവരെല്ലാവരും പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ലീലയ്ക്കൊരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ എപ്പോഴും കസേരയിൽ തന്നെയാണ് ഇരിക്കുന്നത്. സുഖമില്ലാത്തൊരാളാണ്. മാത്രമല്ല ഈ മുത്തശ്ശിയാണെങ്കിൽ ഒരു റൂമിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. അത് കാണുന്ന ലീലയുടെ അച്ഛനും അമ്മയും ഒക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, കുറെ വർഷങ്ങളായല്ലോ നിങ്ങൾ ഈ മുറിയിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേറെന്തെങ്കിലും പണി നോക്കിക്കൂടെ എന്ന മട്ടിലൊക്കെ സംസാരിച്ചിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അതിനുശേഷം ലീലയുടെ സഹോദരനെയും കൂട്ടുകാരെയുമാണ് കാണിക്കുന്നത്. ലീലയുടെ സഹോദരനും കൂട്ടുകാരും ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിലുള്ള സ്വർണ്ണ കിരീടമെടുത്ത് മറ്റൊരു നാട്ടിലേക്ക് അയച്ചിരുന്നു. എന്നാൽ ദേ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമാകാറായിരിക്കുകയാണ്. അത് കാരണം കൂട്ടുകാരനാണെങ്കിൽ ലീലയുടെ ചേട്ടനോട് പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ച ഞാൻ ആ കിരീടം എടുത്തു തന്നത്. ദേ ഇപ്പോൾ ഉത്സവമാകാറായിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിലുള്ള പൂജാരിയും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഈ നാട്ടുകാരും ഒക്കെ ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക? നിങ്ങളെ വിശ്വസിച്ച് അങ്ങനെ ചെയ്തോ, എന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് കൂട്ടുകാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. മാത്രമല്ല 2 ദിവസത്തിനകം കിരീടം തിരികെ ഏൽപ്പിക്കണമെന്ന് ലീലയുടെ സഹോദരനോട് പറഞ്ഞിട്ട് കൂടിയാണ് കൂട്ടുകാരന്മാർ അവിടെ നിന്ന് പോയതും. അതിനുശേഷം കാണിക്കുന്നത് ലീലയാണ്. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞതും ലീലയ്ക്ക് വീണ്ടും ശ്വാസമുട്ടുണ്ടായി. ലീലയോടൊപ്പം കൂട്ടുകാരിയെ സ്വാതി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് സ്വാതി അവൾക്ക് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു. അവൾ ഏകദേശം ഓക്കെയായി. അതേ സമയത്തായിരുന്നു ലീലയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് ഒരു സ്മെല്ല് വരുന്നത് പോലെ തോന്നുന്നതും. അതും പ്രത്യേകിച്ച് ആ ഒരു മുത്തശ്ശി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിയില്ലേ, ആ മുറിക്കകത്ത് നിന്നാണ് സ്മെല്ല് വരുന്നത് പോലെ ലീലയ്ക്ക് തോന്നുന്നതും. ആ മുറി തുറക്കുന്നതിന് വേണ്ടിയിട്ട് ലീല ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ ആ മുറി തുറക്കരുത്, തുറന്നാൽ അപകടമാണ് എന്നൊക്കെ മുത്തശ്ശി പറയും. എന്നാൽ അത് കേൾക്കുവാനായിട്ട് ലീല കൂട്ടാക്കുന്നതേയില്ല. പക്ഷെ ആ റൂം തുറക്കുന്നതിന് ചാവിയും ലീലയുടെ കൈവശമില്ലായിരുന്നു. ലീലയ്ക്ക് ആ റൂം തുറക്കണം എന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ആ റൂമിൽ നിന്നും എന്തോ മാരകമായിട്ടുള്ള സ്മെല്ലാണ് വരുന്നതും. അതേസമയം തന്നെയായിരുന്നു ലീലയുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് എത്തിയതും. അച്ഛനും അമ്മയും ലീലയോട് കാര്യം തിരക്കും. എന്നാൽ ലീലയാണെങ്കിൽ കതക് തുറക്കണം എന്ന വാശിയിൽ നിൽക്കുന്നതിനാൽ ആ കതക് അവിടെയുള്ള ഒരാളിനെ കൊണ്ട് ലീലയുടെ അച്ഛനാണെങ്കിൽ തുറപ്പിക്കും. അകത്ത് കയറി നോക്കിയ സമയത്ത് എലി ചത്ത് കിടക്കുകയായിരുന്നു. എലി ചത്ത് കിടക്കുകയാണെന്ന് പറയുവാനായിട്ട് പുറത്തേക്ക് അയാൾ ഇറങ്ങി വരുന്നതും അയാളുടെ തലയാണെങ്കിൽ വാതിലിൽ വന്ന് മുട്ടി തല മുറിഞ്ഞ് രക്തവും വരികയാണ്. അത് കാണുന്ന മുത്തശ്ശി പറയും, ഇതുകൊണ്ട് തന്നെയാ ഞാൻ ആ റൂം തുറക്കരുതെന്ന് പറഞ്ഞത്. ദേ ഇപ്പോൾ രക്തം വരുന്നത് കണ്ടില്ലേ, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാമെന്നും മുത്തശ്ശി പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ലീലയുടെ സഹോദരനാണെങ്കിൽ 2 ദിവസത്തിനകം ആ ഒരു കിരീടം തിരികെ കൊടുക്കണമെന്ന് കൂട്ടുകാർ പറഞ്ഞില്ലേ, അതുകൊണ്ട് ടെൻഷനിലിരിക്കുകയാണ്.
മറ്റൊരു വശത്ത് പുറത്തേക്ക് പോയിട്ട് അച്ഛനാണെങ്കിൽ വീട്ടിലേക്ക് വന്നു. അച്ഛനമ്മ ആഹാരം എടുത്തു വെക്കും. എന്നാൽ അച്ഛനാണെങ്കിൽ ഇപ്പൊ ആഹാരം കഴിക്കലാണ് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചോറ് പാത്രം എടുത്ത് റൂമിന് നേരെ എറിയുന്നു. ആ റൂമിൽ വന്നാണ് പാത്രം വീഴുന്നതും. അത് കാണുന്ന മുത്തശ്ശിയും പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ഒരു വാതില് തുറക്കരുതെന്ന്. എത്ര വർഷമായി തുറക്കാതെ കിടക്കുന്ന വാതിലായിരുന്നു. നിങ്ങളെല്ലാവരും ചേർന്നല്ലേ തുറന്നത്. ഇത്രയും നാൾ ഒരു പ്രശ്നവും ഉണ്ടാകാതിരുന്ന വീട്ടില് പെട്ടെന്നൊരു കാരണവുമില്ലാതെ വഴക്ക് നടന്നില്ലേ. ഇനി കുടുംബത്തിൽ കലഹമൊക്കെ ഉണ്ടാകും. ഇനി എന്തൊക്കെ നടക്കാൻ പോവുകയാ നിങ്ങൾക്ക് കണ്ടറിയാമെന്നും മുത്തശ്ശി പറയുന്നു. താഴെ എന്തോ ബഹളം നടക്കുന്നത് മനസ്സിലാക്കി ലീല ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അമ്മയോട് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ പറയും, അച്ഛൻ ദേ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. ഒരു കാര്യമില്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടു. ആഹാരമാണെങ്കിൽ എടുത്തതേ റൂമിന് മുന്നിലേക്ക് എറിഞ്ഞു എന്നുള്ള കാര്യവും ലീലയോട് അമ്മ പറയും. അമ്മ ലീലയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഉടനെ തന്നെ അച്ഛൻ വന്നിട്ട് അമ്മയെ തല്ലുന്നു. അത് കാണുന്ന ലീലയാണെങ്കിൽ എന്തിനാ അമ്മയെ തല്ലിയെന്ന് അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ലീലയെ തല്ലും. മാത്രമല്ല ലീലയെ മോശപ്പെട്ട വാക്കുകളൊക്കെ പറയുകയും ചെയ്തു. അത് കാരണം ലീലയ്ക്ക് വല്ലാത്ത സങ്കടമായി. ദേഷ്യമെന്ന ലീലയാണെങ്കിൽ മുകളിലേക്ക് തന്റെ മുറിയിലേക്ക് കയറിപ്പോകും. കുറെ നേരം കഴിഞ്ഞിട്ടും ലീല താഴേക്കിറങ്ങി വന്നതേയില്ല. മുകളിലേക്ക് കയറിപ്പോയ പെൺകുട്ടി എന്താ താഴേക്ക് വരാത്തത് എന്ന് ചിന്തിച്ച് അമ്മയൊക്കെ കയറിപ്പോയി നോക്കുന്ന സമയത്താണ് എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ച അവർ കാണുന്നത്. എന്തെന്നാൽ ലീല തൂങ്ങി മരിച്ചു നിൽക്കുന്നു. എല്ലാവരും ഷോക്കായിപ്പോയി. ആർക്കും ആ ഒരു വാർത്ത താങ്ങാനായും പറ്റിയില്ല. വീട്ടിലുള്ള എല്ലാവരും അലമുറയിട്ട് കരയുകയാണ്. എന്നാൽ അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പോലും വരുന്നില്ല. അമ്മ പറയുന്നത്, എന്നെ പറ്റിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോയല്ലേടി എന്നൊക്കെ പറഞ്ഞാണ് അമ്മ അവിടെ നിൽക്കുന്നതും. ലീലയെ അർത്തിട്ടതിനു ശേഷം മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറിനെ വിളിച്ചു വരുത്തുവാനായിട്ടും അവർ തീരുമാനിക്കുന്നു. എന്നാൽ അവരൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുകയാണ്. എന്തെന്നാൽ ലീല ഇപ്പൊ തൂങ്ങി മരിച്ചതാണെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും പോലീസ് കേസാകും. മാത്രമല്ല നാട്ടുകാരൊക്കെ അതും ഇതും പറയുവാനായി തുടങ്ങും. ഗ്രാമത്തലവന്റെ മകളല്ലേ ഈ ലീല. അതുകൊണ്ട് തന്നെ ഇവൾ തൂങ്ങി മരിച്ചതാണെന്ന് നമുക്ക് എല്ലാവരിൽ നിന്നും മറയ്ക്കാം. കുടുംബക്കാർ മാത്രം അറിഞ്ഞാൽ മതി. തൂങ്ങി മരിച്ചതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്റെ മകളെ കുത്തു കീറേണ്ടി വരും. അത് സഹിക്കാനാകാത്ത ലീലയുടെ അച്ഛനും അമ്മയും അവൾ തൂങ്ങി മരിച്ചതല്ല, ശ്വാസം മുട്ട് കാരണം മരണപ്പെട്ടതാണെന്ന് നാട്ടുകാരെ എല്ലാവരെയും അറിയിച്ചു. ഗ്രാമത്തലവന്റെ മകളായതിനാൽ ഗ്രാമത്തിലുള്ള എല്ലാവരും മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായും എത്തി. അങ്ങനെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. മാത്രമല്ല ലീല മരിച്ചത് ഒരു ശനിയാഴ്ച ദിവസമായതിനാൽ ശനിയാഴ്ച മരിച്ച ആൾക്ക് ഒരു കൂട്ടു വേണം. ഇല്ല എങ്കിൽ കൂട്ടിനൊരാളെ കൊണ്ടുപോകും എന്നുള്ളതിനാൽ ഒരു കോഴിയെ കൊണ്ടുവന്ന് അറുക്കുവാനായും അവർ തീരുമാനിച്ചു. അങ്ങനെ കോഴിയൊക്കെ കൊണ്ടുവന്ന് അറുത്ത് ആ ഒരു ചടങ്ങുകൾ നടത്തുകയാണ്. കോഴിയെ അറുക്കുന്ന ആ ഒരു ചടങ്ങിന് ലീലയുടെ ശവശരീരവും കൊണ്ടുവന്ന് കിടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശവശരീരം എടുക്കാനായിട്ട് കുറെ ആളുകൾ അകത്തേക്ക് പോകും. പക്ഷെ അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി സംഭവിക്കുന്നത്. ശവശരീരം പൊക്കുവാനായി നോക്കുന്ന സമയത്ത് ശവശരീരം പൊങ്ങുന്നതേയില്ല. ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചിന്തിക്കും. എന്നിട്ട് ആ ഒരു കാര്യം പറയുവാനായിട്ട് പുറത്തേക്ക് അവർ വരികയാണ്. അവരെ കൊണ്ട് ഡെഡ് ബോഡി എടുക്കുവാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേരും കൂടി അകത്തോട്ട് ചെന്നപ്പോൾ എല്ലാവരും വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ലീലയുടെ ശവശരീരം എഴുന്നേറ്റിരിക്കുന്നു. അത് കണ്ട് എല്ലാവരും പേടിക്കും. എല്ലാവരും അതിനടുത്തേക്ക് വരുവാൻ പോലും പേടിക്കുകയാണ്. മാത്രമല്ല അവിടെയുള്ള സ്ത്രീകളൊക്കെ ഓരോന്ന് പറയുവാനായും തുടങ്ങി. നമ്മുടെ അടുത്ത ഗ്രാമത്തില് ഇതുപോലെ ഒരു പെൺകുട്ടി മരിച്ച സമയത്ത് അവളുടെ ശരീരം ആ ഒരു വീട്ടിൽ നിന്നും പുറത്തു പോകുവാനായിട്ട് തയ്യാറായില്ലായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു. അവൾക്ക് എന്തോ ആവശ്യമുണ്ടായിരുന്നു. അവളും ശനിയാഴ്ചയല്ലേ മരിച്ചത്. അതുപോലെ നമ്മുടെ ലീലയുടെ ആത്മാവിനും എന്തെങ്കിലും ആവശ്യം കാണും. ലീലയും ശനിയാഴ്ചയല്ലേ മരിച്ചതെന്നും സ്ത്രീകളൊക്കെ പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ ഈ സ്ത്രീകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റി, അവരൊക്കെ ഇവിടെ നിന്നാൽ ഇതുപോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കൂ എന്നൊക്കെ അവർ പറയുന്നു. മാത്രമല്ല അവർ പറയുന്നുണ്ട്, ഇപ്പോൾ ഉത്സവം നടക്കാറായില്ലേ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപശകുനമല്ലേ. അതുകൊണ്ട് നമുക്കൊരു പൂജാരിയെ വിളിച്ച് ബാക്കി ചടങ്ങുകളൊക്കെ നടത്താമെന്നും മുതിർന്ന ആളുകൾ പറയുന്നു. പക്ഷെ എല്ലാവർക്കും അകത്തേക്ക് കടക്കുവാൻ പോലും പേടിയായിരുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു പൂജാരി വരികയാണ്. പൂജാരി കർമ്മങ്ങളൊക്കെ നടത്തുവാനായി നോക്കി. എന്നാൽ ഒരു ഘട്ടത്തിൽ പൂജാരിക്ക് പോലും അവിടെ നിൽക്കുവാൻ പോലും വല്ലാത്ത പേടിയായി തുടങ്ങി. ഒരു നാരങ്ങയൊക്കെ ജപിച്ച് അവിടെ വെക്കുവാനൊക്കെ നോക്കി. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു പൂജാരിക്ക് വല്ലാതെ പേടിയാകുവാനായി തുടങ്ങി. അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പുറത്തു നിൽക്കുന്ന ആളുകൾ എല്ലാവരും അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരാളിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. അകത്ത് പോയി നോക്കിയിട്ട് പുറത്തേക്ക് വന്ന അയാൾ പറയുന്നുണ്ട്, ആ മരിച്ചുപോയ പെൺകുട്ടിക്ക് എന്തോ പറയുവാനുണ്ട്. അവൾക്ക് എന്തോ ആഗ്രഹമുണ്ട്. അത് നിറവേറ്റിയതിനു ശേഷം മാത്രമേ അവളുടെ ആത്മാവ് ഇവിടെ നിന്ന് പോകൂ. എന്നാൽ മാത്രമേ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നതും.
അതും കൂടി കേട്ടപ്പോൾ നാട്ടുകാർക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അതിനുശേഷം ലീലയുടെ സഹോദരനെയും കൂട്ടുകാരെയുമാണ് കാണിക്കുന്നത്. കിരീടത്തെ പറ്റി കൂട്ടുകാർ ചോദിക്കുന്ന സമയത്ത് ലീലയുടെ സഹോദരൻ പറയുന്നുണ്ട്, കിരീടമൊക്കെ ഞാൻ എടുത്തു, അത് എന്റെ കയ്യിൽ സേഫ് ആയിട്ട് വീടിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയും. അത് കേട്ട് കൂട്ടുകാരൊക്കെ പറയുന്നത്, അയ്യോ, കിരീടം വീടിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിന്റെ വീട്ടിൽ നടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ലീലയുടെ സഹോദരൻ പറയുന്നത്, എനിക്കും അങ്ങനാ തോന്നുന്നത്, ഇത് പ്രേതവും ഭൂതമൊന്നുമല്ല, അമ്മൻ ചെയ്യുന്ന പണിയാണെന്നും ലീലയുടെ സഹോദരൻ പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നാട്ടുകാരെല്ലാവരും വല്ലാതെ പരിഭ്രാന്തരായിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഘട്ടത്തിന് മേൽ ലീലയുടെ അച്ഛനാണെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് മറച്ചു വെക്കാനായും പറ്റുന്നില്ലായിരുന്നു. കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള സംസാരം ആളുകൾക്കിടയിൽ ഉണ്ടായല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ മകൾ ശ്വാസം മുട്ടി മരിച്ചതല്ല, അവൾ തൂങ്ങി മരിച്ചതാണെന്നും ലീലയുടെ അച്ഛൻ എല്ലാവർക്കും മുന്നിൽ തുറന്നു പറയുകയാണ്. അത് കേട്ട് ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും വല്ലാതെ ദേഷ്യം വരികയാണ്. ഗ്രാമത്തലവനായിട്ടുള്ള നിങ്ങൾ തന്നെ ഇങ്ങനെ കള്ളം പറഞ്ഞാലോ, അതെങ്ങനെ ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് ഗ്രാമത്തലവനോട് തന്നെ വല്ലാതെ ദേഷ്യപ്പെടും. എന്നാൽ അതേസമയം തന്നെ പോലീസിന് വിവരം അറിയിക്കുകയാണ്. പോലീസ് ബാക്കിയുള്ള എൻക്വയറിക്കായിട്ട് ലീലയുടെ വീട്ടിലേക്ക് വരും. ശവശരീരമാകെ അവർ പരിശോധിക്കുവാനായി നോക്കും. എന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട്, ഡെഡ് ബോഡി ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറയും. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഡെഡ് ബോഡി എടുക്കുവാനായും ശ്രമിക്കുന്നു. പക്ഷെ ഡെഡ് ബോഡി അനങ്ങുന്നതേയില്ല. അത് കാരണം പോലീസുകാരാണെങ്കിൽ കട്ടിലോടുകൂടി തൂക്കിക്കൊണ്ടു പോകാമെന്നും തീരുമാനിക്കും. അങ്ങനെ കട്ടിലോടുകൂടി പൊക്കുന്ന സമയത്ത് കട്ടിലിന്റെ കാലൊടിഞ്ഞതിനു ശേഷം ആ ഒരു കട്ടിലോടുകൂടി ശവശരീരമാണെങ്കിൽ ഭിത്തിയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കും. അത് കാണുന്നതും പോലീസുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പേടിയായി. ഇനി ആരും അതിനകത്തോട്ട് പ്രവേശിക്കത്തേയില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതും. കാരണം അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു രംഗമാണല്ലോ എല്ലാവരും കണ്ടിരിക്കുന്നതും. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു സ്ത്രീയാണെങ്കിൽ ആ നാട്ടിലുള്ള മറ്റൊരു സ്ത്രീയെ ചെന്ന് കണ്ടിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ അവർ പറയുന്നത്, ഒരു കാര്യം ചെയ്, ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്, 2 കുടത്തിൽ നിറയെ വെള്ളം എടുത്തു വെക്ക്, പിന്നെ വേപ്പിലയും വെറ്റിലയും അടയ്ക്കുകയും ഞാൻ പറയുന്ന പൂജാ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വെക്ക്, ഞാൻ അവിടേക്ക് വരാമെന്നും അവർ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് പൂജകളൊക്കെ ആരംഭിക്കുവാനായും പോകുന്ന സമയം അതേ സമയം തന്നെയായിരുന്നു അവിടെ കെട്ടിയിരുന്ന ടാർപ്പ അഴിഞ്ഞ് ഒരാളുടെ തലയിലൂടെ വീണത്. ടാർപ്പ കെട്ടിയിരുന്ന ഒരു സാധനം വന്ന് അയാളുടെ തലയിൽ അടിക്കുകയും തലമുറിഞ്ഞ് രക്തം വരികയും ചെയ്യുന്നു. അത് കാരണം അയാൾ ഉടനെ തന്നെ ലീലയുടെ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് മനസ്സിലായി ഇതെല്ലാം നീ ചെയ്യുന്നതാണെന്ന്, ഞാൻ നിന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാണ് അയാൾ മാപ്പ് പറഞ്ഞ് കരയുന്നതും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. ഈ ലീല ആ ഗ്രാമത്തിലുള്ള ഒരു പയ്യനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇയാൾ കണ്ടിരുന്നു. ഇയാൾ ഉടനെ തന്നെ ആ ഒരു കാര്യം പോയി ലീലയുടെ അച്ഛനോട് പറഞ്ഞു. ലീലയുടെ അച്ഛനോട് അയാൾ പറഞ്ഞത്, നിങ്ങളുടെ മകളാണെങ്കിൽ ഒരു പയ്യനൊപ്പം കറങ്ങി നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കേട്ടതും ലീലയുടെ അച്ഛന് വല്ലാതെ ദേഷ്യം വന്നു. ആ ഒരു ദേഷ്യത്തിലാണ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ കിടന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കിയതും ലീലയെ തല്ലിയതും അവസാനം ലീല പോയി ആത്മഹത്യ ചെയ്തതും. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അയാൾ ലീലയുടെ മുന്നിൽ മാപ്പ് പറയുന്നത്. ഞാൻ കാരണമാണല്ലോ നിനക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് അയാൾ മാപ്പ് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നതും. എന്നിട്ട് പുറത്തു നിന്ന ആളുകളോടെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട് ഗ്രാമവാസികൾക്കെല്ലാം വല്ലാതെ ദേഷ്യം വന്നു. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിച്ചില്ലേ, ഇതുപോലെ എത്ര കുടുംബങ്ങളാ നശിപ്പിച്ചിരിക്കുന്നത്, അല്ല ഒരു പയ്യനോട് സംസാരിച്ചാൽ അതിപ്പോൾ അത്രയും വലിയ പ്രശ്നമാകുമോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇയാളെ ഒരുപാട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ അതേ സമയം തന്നെയാണ് ലീലയുടെ കൂട്ടുകാരിയാണെങ്കിൽ അവരോടെല്ലാവരോടും ഒരു കാര്യം പറയുന്നത്. ലീലയ്ക്ക് ആ നാട്ടിലുള്ള ഒരു പയ്യനെ ഇഷ്ടമാണ്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ലീലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അവൾ എന്തിനായിരിക്കും ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ അറിയുവാൻ കഴിയുമല്ലോ എന്ന് ലീലയുടെ കൂട്ടുകാരി പറയുന്നു. അതനുസരിച്ച് നാട്ടുകാരാണെങ്കിൽ ആരാവൻ, അവനെ എത്രയും വേഗം ഇവിടെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു പോവുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാവരും ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആ പയ്യനെ അന്വേഷിച്ചു പോവുകയാണ്. മറ്റൊരു വശത്ത് ലീലയുടെ കാമുകനായ പയ്യനെ കാണിക്കുന്നു. ലീല മരണപ്പെട്ട വിവരം അറിഞ്ഞ് തനിക്ക് അവസാനമായി അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുവാനായി പോകുന്ന സമയം തന്നെ അവന്റെ വീട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്, എടാ ഇപ്പോൾ പോയാൽ ശരിയാകില്ല, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവർ ഒരുപാട് പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴും ലീലയുടെ കാമുകനാണെങ്കിൽ അതൊന്നും കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. പിന്നീട് ഇവരുടെ പ്രണയകാലം ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. ഈ പയ്യനും ലീലയും നല്ല പ്രണയത്തിലായിരുന്നു. എന്നാൽ ലീലയുടെ കാമുകനാണെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടതും ലീലയാണെങ്കിലോ കുറച്ച് ഉയർന്ന കാസ്റ്റ് ഉള്ളതും മാത്രമല്ല ലീലയുടെ അച്ഛനാണെങ്കിൽ ആ ഗ്രാമത്തിന്റെ തലവൻ കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രണയത്തെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ലീലയ്ക്കും കാമുകനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ലീല തന്റെ കാമുകനോട് പറയും, എടാ
നീ നല്ല ഒരു ജോലി വാങ്ങണം. അങ്ങനെ നല്ലൊരു ജോലി വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും എന്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കും. അതുകൊണ്ട് നീ അതിന് ശ്രമിക്കണമെന്നും ലീല തന്റെ കാമുകനോട് പറഞ്ഞു. ലീല പറഞ്ഞതനുസരിച്ച് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ലീലയുടെ കാമുകനാണെങ്കിൽ നല്ലൊരു ജോലിയും വാങ്ങിക്കൊണ്ട് വരികയാണ്. അതും ആ ഗ്രാമത്തിൽ തന്നെ. ലീലയോട് ആ സന്തോഷം എന്ന് പറയുന്ന സമയത്ത് ലീല തന്റെ കാമുകനോട് പറയും, ഞാൻ ആഗ്രഹിച്ചത് നീ പുറത്തുള്ള നാട്ടിലങ്ങാനും വല്ല ഗവൺമെന്റ് ജോലിയും വാങ്ങുമെന്നാ. പക്ഷെ നീ ഈ നാട്ടിൽ തന്നെ ഗവൺമെന്റ് ജോലി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നുവല്ലേ. എനിക്ക് ഈ നാട് ഇഷ്ടമല്ല, ഇവിടെ നിന്ന് പോകാനാ ഞാൻ ആഗ്രഹിച്ചത് എന്നുള്ള കാര്യമൊക്കെ ലീല പറയും. ലീല പറയുന്നത് കേട്ട് ദേഷ്യമെന്ന കാമുകനാണെങ്കിൽ അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി വാങ്ങിയിട്ട് പോലും ലീല അങ്ങനെ പറഞ്ഞതിനാൽ ഞാൻ ഈ ജോലി വാങ്ങിയത് പോലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ. അപ്പോൾ എന്റെ ജോലിയും നിനക്ക് ഇഷ്ടമല്ല, അപ്പോൾ നിനക്ക് എന്നെയും ഇഷ്ടമല്ലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇനി നമുക്കിങ്ങനെ മുമ്പോട്ട് പോകണ്ട, ഇവിടെയെല്ലാം അവസാനിക്കുന്നു. ഇനി നീയും എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പിരിയുകയാണ്. അതാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നെ അതിനുശേഷം പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ലീലയെ കാണുവാനായിട്ട് ലീലയുടെ കാമുകനാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എത്തും. കാമുകനെ കണ്ടതും നാട്ടുകാരെല്ലാവരും ചേർന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയും അവനെ തല്ലുവാനും ഒക്കെ തുടങ്ങുന്നു. എന്നാൽ ലീലയുടെ കാമുകനാണെങ്കിൽ അകത്തേക്ക് വന്ന് അവളുടെ ഡെഡ് ബോഡി കണ്ടതും ഉറക്കെ നിലവിളിക്കും പോലെ കരയുന്നു. അവന് വല്ലാത്ത സങ്കടം. ലീലയുടെ കാമുകൻ കരുതുന്നത് അന്നിവർ രണ്ടുപേരും അന്ന് പിണങ്ങിയിരുന്നല്ലോ, രണ്ടുപേരും പിരിഞ്ഞ ദിവസം. അന്ന് വീട്ടിലെത്തിയതിനു ശേഷം ലീലയാണെങ്കിൽ കാമുകനെ കോള് ചെയ്തു. അവനൊട്ടും താല്പര്യമില്ലാതെയാണ് ഫോൺ എടുത്ത് അവളോട് സംസാരിക്കുന്നതും. ലീലയോട് കാമുകൻ പറയും, നിനക്കിനി എന്ത് വേണം? നീ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി. എന്നാൽ ഞാൻ അങ്ങനെയാണോ? അല്ല, നിനക്ക് ചിലപ്പോൾ എന്റെ ഈ ജോലി ചെറുതായിട്ട് തോന്നും, പക്ഷേ ഞങ്ങളുടെ ഫാമിലിക്ക് അതങ്ങനല്ലായിരുന്നു. എനിക്ക് ഈ ഒരു ജോലി കിട്ടിയെന്ന് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ സമയത്ത് എന്റെ അച്ഛന്റെ മുഖത്ത് വന്ന സന്തോഷം കാണണം. അതെനിക്ക് ഒരിക്കലും മറക്കാനായും പറ്റത്തില്ല. പക്ഷേ നിനക്കിത് വെറും ചെറിയൊരു ജോലിയല്ലേ എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് ലീല പറയുന്നത്, ഈ ഒരു ജോലിയും മനസ്സിന്റെ ധൈര്യവും വെച്ച് നമുക്ക് ഒരിക്കലും ഈ നാട്ടിൽ ജീവിക്കാനായി പറ്റത്തില്ല. നമുക്ക് രണ്ടു പേർക്കും പുറത്തൊരു നാട്ടിലേക്ക് പോയി അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഈ നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ എന്റെ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും പിരിക്കുമെന്നും ലീല പറയുന്നു. അതേസമയം തന്നെയായിരുന്നു ലീലയുടെ കാമുകന്റെ ഫോൺ ചീത്തയായി പോയതും. ലീലയുടെ കാമുകൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ പറയുന്നതൊന്നും കേൾക്കാതെ തനിക്ക് അവളോട് സംസാരിക്കുവാനും സഹകരിക്കുവാനും താല്പര്യമില്ല എന്ന് കരുതിയിട്ടാണോ അവൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്നോർത്താണ് കാമുകൻ കരയുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാവരും ഡെഡ് ബോഡി ആ കട്ടിൽ നിന്നും ഇളക്കുവാനായി നോക്കുകയാണ്. ഒരു തുണി കെട്ടി വലിക്കുവാനായി നോക്കും. എന്നിട്ട് പോലും ഡെഡ് ബോഡി അവിടെ നിന്നും ഇളകി വരുന്നതേയില്ല. അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, ലീലയുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ടുണ്ട്. അവൾ എന്തോ ദേഷ്യത്തിലാണ്. അവളുടെ മനസ്സിലുള്ള കാര്യം പുറത്തറിയിക്കാതെ അവൾ ഒരിക്കലും ഈ ഒരു കട്ടിൽ വിട്ട് പുറത്തേക്ക് വരില്ല. ഈ വീട് വിട്ട് ചടങ്ങുകളൊന്നും ചെയ്യിക്കുവാനും സമ്മതിക്കില്ല എന്നുള്ള കാര്യം നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി. മറ്റൊരു വശത്ത് ലീലയുടെ സഹോദരനും കൂട്ടുകാരും ആ ഒരു കിരീടം വീട്ടിൽ നിന്നും ഒളിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഗ്രാമവാസികളിൽ ഒരാൾ കണ്ടിരുന്നു. അതേസമയം തന്നെയായിരുന്നു ലീലയുടെ കാമുകനെ പോലീസ് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതും. നീയാണ് അവളോട് അവസാനമായി സംസാരിച്ചിരുന്നത്, സത്യം പറയടാ, അവള് മരിക്കുന്നതിന് എന്താണ് കാരണം? അത് നിനക്കറിയാമെന്നും കാമുകനോട് പോലീസുകാർ ചോദിക്കുന്നു. അപ്പോൾ കാമുകൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ലീലയ്ക്ക് എന്നോട് സംസാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവളുടെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്ക്, അപ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കുമെന്ന് ലീലയുടെ കാമുകൻ പോലീസുകാരോട് പറയുന്നു. അതനുസരിച്ച് പോലീസുകാരാണെങ്കിൽ ലീലയുടെ ഫോൺ പരിശോധിക്കുകയാണ്. പരിശോധിക്കുന്നതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി, ലീല ആത്മഹത്യ ചെയ്തതല്ല, ലീലയെ കൊന്നതാണെന്ന്. എന്തെന്നാൽ ലീലയാണെങ്കിൽ തന്റെ കാമുകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ അതെല്ലാം ലീലയുടെ സഹോദരനാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു. ലീലയുടെ സഹോദരൻ അകത്തേക്ക് വന്നിട്ട്, നീ ഇതുപോലൊരു പയ്യനെ പ്രണയിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ ബന്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ലീലയുടെ സഹോദരൻ ലീലയോട് പറഞ്ഞിരുന്നു. പക്ഷേ ലീലയാണെങ്കിൽ അതിന് തയ്യാറായില്ല. ഇനി എന്തെന്ന് പറഞ്ഞാലും താൻ ഈ ഒരു ബന്ധം ഉപേക്ഷിച്ചില്ല എന്നും സഹോദരനോട് അവൾ പറഞ്ഞിരുന്നു. അത് കാരണം ദേഷ്യം വന്ന സഹോദരനാണെങ്കിൽ എല്ലാവരെയും നീ നാണം കെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് ലീലയെ കളയുന്നതും. ലീല തന്റെ സഹോദരനോട് സംസാരിക്കുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഫോണിൽ റെക്കോർഡായിരുന്നു. കാരണം മറ്റൊരു വശത്ത് കാമുകൻ സംസാരിക്കുന്ന സമയത്ത് കാമുകന്റെ ഫോണും ചീത്തയായി പോയിരുന്നല്ലോ. അതുകൊണ്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പോലീസുകാർക്ക് ലീലയുടെ മരണത്തിന് ഉത്തരവാദി അവളുടെ സഹോദരനാണെന്ന് ആ ഒരു കോൾ റെക്കോർഡ് വഴി മനസ്സിലായി. അതോടുകൂടി എല്ലാ കാര്യങ്ങളും നാട്ടുകാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ലീലയുടെ സഹോദരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ലീലയുടെ അമ്മയാണെങ്കിൽ
ലീലയുടെ ഡെഡ് ബോഡിക്ക് അടുത്തേക്ക് വന്നിട്ട്, ഈ ഒരു കാര്യം നമ്മളെ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണോടി നീ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് നിന്നത് എന്നൊക്കെ അമ്മ ചോദിച്ച് അവളുടെ മുന്നിൽ നിന്ന് കരയുകയാണ്. അത്രയും നേരം കരച്ചിൽ അടക്കി പിടിച്ച അമ്മയാണെങ്കിൽ അവളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. ലീലയുടെ മനസ്സിലുള്ള ദേഷ്യവും എല്ലാ വൈരാഗ്യവും എല്ലാം തീർന്ന് അവളുടെ ബോഡി ലൂസായി തറയിലേക്ക് വന്ന് വീഴുകയാണ്. അതും അമ്മയുടെ മടിയിലേക്ക് വന്ന് വീഴുന്നു. അമ്മയാണെങ്കിൽ ലീലയെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ ലീലയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുവാനായും പോവുകയാണ്. അങ്ങനെ എല്ലാ ചടങ്ങുകളും നടത്തി ലീലയുടെ ശവശരീരമാണെങ്കിൽ ചുടുകാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു. ലീലയുടെ അച്ഛനും അമ്മയ്ക്കും കാമുകനും ആ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ സങ്കടമായിരുന്നു. സങ്കടത്തോടു കൂടിയാണ് ശവശരീരം ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. അങ്ങനെ അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.